പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്മേഴ്സിബിൾ വേസ്റ്റ് വാട്ടർ പമ്പിനെ കുറിച്ചാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഡ്യൂറബിൾ ആയിട്ടുള്ള ഇതാണ് നമ്മുടെ യൂണിലിഫ്റ്റ് AP സീരീസിൽ വരുന്ന. ചിലർക്ക് പ്രീമിയം റേഞ്ച് പ്രൊഡക്ട്സ് വേണമെന്നുണ്ട്. നമുക്ക് സാധാരണ ബേസ്മെന്റിലുള്ള വെള്ളം ഡീവാട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മോഡലുകൾ സെലക്ട് ചെയ്യുക. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ ഡീവാട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രൺഫോസിൻ്റെ യൂണിലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സബ്മേഴ്സിബിൾ വേസ്റ്റ് വാട്ടർ പമ്പിനെ കുറിച്ചാണ്. ഗ്രൺഫോസിൻ്റെ ഏതൊരു പമ്പിനെ പോലെ തന്നെയും ഒരുപാട് പ്രത്യേകതകളുള്ള നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പമ്പ് തന്നെയാണ് യൂണിലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് മോഡൽ നമുക്ക് എന്തൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യാൻ പറ്റുക, എത്ര ഹെഡ് കിട്ടും, ഏതൊക്കെ മോഡൽസാണ് ഇതിൽ വരുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ മോഡൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കൊന്ന് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിലിഫ്റ്റ് AP12, AP35, AP50. ഇതിൽ ഈ AP12 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതിൻ്റെ മറ്റ് മോഡൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കുറച്ച് നേരത്തിനുള്ള ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഡ്രെയിനർ സീരീസിൽ വരുന്ന പമ്പാണ്. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ യൂണിലിഫ്റ്റ് AP സീരീസിൽ വരുന്ന ഗ്രൺഫോസിൻ്റെ വേസ്റ്റ് വാട്ടർ സബ്മേഴ്സിബിൾ പമ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൺഫോസിൻ്റെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു വേസ്റ്റ് വാട്ടർ സബ്മേഴ്സിബിൾ പമ്പ്. ഇത് എല്ലാം A to Z ഇതിൽ വന്നിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട മേജറായിട്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. അതിൻ്റെ ഷാഫ്റ്റും ഇംബലറും അതിൻ്റെ ബോഡിയും അതിൻ്റെ കോളർ എടുക്കുന്ന അഡാപ്റ്റർ ഉൾപ്പെടെ അത്യാവശ്യം നമുക്കിതിൽ പറയാവുന്ന മെയിൻ കൺസ്ട്രക്ഷൻ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ബേസ്മെൻറ്റിലുള്ള വെള്ളം ഡീവാട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം, മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ ഡീവാട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം, സ്വിമ്മിംഗ് പൂൾ ഡീവാട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്നും നമ്മൾ കുളിക്കുന്ന ബാത്റൂമിലെ വെള്ളമെല്ലാം അധികം സോളിഡ് പാർട്ടിക്കിൾസ് ഇല്ലാത്ത വെള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 12 mm വരെയാണ് അതിൻ്റെ ക്ലിയറൻസ്. അപ്പോൾ അതേപോലെ വരുന്ന വേസ്റ്റ് വെള്ളം, ഇനിയിപ്പോൾ കെമിക്കൽസ് അടങ്ങിയ വെള്ളമെല്ലാം കുഴികളിൽ നിന്ന് ഡീവാട്ടർ ചെയ്യാനും മറ്റുമാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. വേസ്റ്റ് പിറ്റിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തേക്കുന്ന ഈ സ്പെസിഫിക് മോഡലിന് 12 mm വരെയുള്ള സോളിഡ് പാസേജാണ് ഉള്ളത്. അപ്പോൾ 12 mm വരെയുള്ള സോളിഡ് പാസേജിൽ അത്രയും വലിപ്പമുള്ള വേസ്റ്റുകൾ ഇതിൻ്റെ ഒപ്പം കടന്നു വരും. ഇനി ഇതിൻ്റെ വേറെ വരുന്ന മോഡലുകളിൽ 35 mm വരെയുള്ള സോളിഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ളതുണ്ട്, 50 mm വരെ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മോഡലുകൾ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ വരുന്ന ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കുറച്ച് ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബ്രേക്കറോ മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ നനയുന്നിടത്ത് ഉപയോഗിക്കരുത്. 3 phase മോഡലുകളാണെങ്കിൽ ഇതിൻ്റെ സിംഗിൾ ഫേസും 3 phase വരുന്നുണ്ട്. 3 phase അതിൻ്റെ റൊട്ടേഷൻ തിരിഞ്ഞു പോയിട്ടുണ്ടോ, പ്രോപ്പറായിട്ടുള്ള റൊട്ടേഷൻ ആണോ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ, അതായത് നമുക്കറിയാം ഫ്ലോട്ട് സ്വിച്ചിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. പിന്നെ ഒരിക്കലും ഈ മോട്ടർ വർക്ക് ചെയ്യാൻ നേരത്ത് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു പ്രത്യേക പ്രിക്കോഷൻ അത് എല്ലാ കമ്പനികളും പറയുന്നതാണ്. അത് ഗ്രൺഫോസും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാങ് ചെയ്യാൻ ഒരിക്കലും, മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഹാങ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പവർ കോഡ് ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ വർക്ക് ചെയ്യാൻ. അതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ എത്രയാണ് ഇതിൻ്റെ ഹെഡ് വരുന്നത്, ഇതിൻ്റെ ഡിസ്ചാർജ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നോക്കാം. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത പറയാവുന്നത്, ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ടൈപ്പുള്ള വെള്ളവും നമുക്ക്, അതായത് കെമിക്കൽ അടങ്ങിയിരിക്കുന്ന വെള്ളമാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. മറിച്ച് ഇപ്പോൾ ചില പമ്പുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കെമിക്കൽസ് കാസ്റ്റൈനായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ട്. ചില സ്വിമ്മിംഗ് പൂൾ പമ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കുറച്ച് നാൾക്ക് ശേഷം അതിൻ്റെ പമ്പും ഇംബലറും എല്ലാം ഓട്ടയായി പോകുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കെമിക്കൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ ഒട്ടും റിയാക്ട് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു മോഡലായിരിക്കും ഇത്. ഇതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംബലറാണെന്ന് നമ്മൾ പറഞ്ഞു. അത് സെമി ഓപ്പൺ ടൈപ്പ് വോർട്ടെക്സ് ഇംബലറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊന്നും പെട്ടെന്ന് ക്ലോഗ് ആവാത്ത ടൈപ്പ് സെമി ഓപ്പൺ ഇംബലറാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇതിൻ്റെ എടുത്ത് പറയാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ മോട്ടറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ ഒരു സൈഡിൽ ഔട്ട്ലെറ്റ് കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മൊത്തം മുങ്ങിക്കിടന്നില്ലെങ്കിൽ, മൊത്തം സബ്മേർജ്ഡ് കിടന്നില്ല എന്നുണ്ടെങ്കിൽ പമ്പ് ചെറുതായിട്ട് പാർഷ്യലായിട്ട് ചൂടായി തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മറിച്ച് ഇതിൽ വരുന്ന ഒരു ജാക്കറ്റ് പോലെ നമ്മൾ കയറുന്ന വെള്ളം ഈ മോട്ടറിനെ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പുറത്തേക്ക് വരുന്നത് കൊണ്ട് ഈ മോട്ടർ ഒരു പരിധി വരെ പാർഷ്യലി നമ്മൾ ഇമേഴ്സ് ചെയ്ത് ഇട്ടാൽ പോലും പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിനെടുത്ത് പറയാവുന്ന ഒരു പ്രത്യേകത തന്നെയാണ്.
നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ 1.07 HP 5.9 ആംപിയറാണ് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കൊടുത്തേക്കുന്നത്. മിനിമം ഹെഡ് 4 മീറ്ററും മാക്സിമം ഹെഡ് 13 മീറ്ററുമാണ് അതിൻ്റെ ഹെഡ് റേഞ്ച് വരുന്നത്. 4ാമത്തെ മീറ്ററിൽ ഒരു മണിക്കൂറിൽ 20,000 ലിറ്റർ വെള്ളവും 13ാമത്തെ മീറ്ററിൽ ഒരു മണിക്കൂറിൽ 5,000 ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഡിസ്ചാർജ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് യൂണിലിഫ്റ്റ് AP12.40-08A1 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ. പിന്നെ ഇതാണ് അതിൻ്റെ പ്രോഡക്റ്റ് കോഡാണ്. പിന്നെ 230 വോൾട്ട് 50 ഹെർട്സ് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. മാക്സിമം കറണ്ട് 5.9 ആംപിയറാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം വെയിറ്റ് വരുന്നത് 13.4 ആണ്. അതപ്പോൾ ഈസിലി പോർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഒരു 13 കിലോ വെയിറ്റ് ആണ് വരുന്നുള്ളൂ. പിന്നെ IP68 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 1.3 കിലോ വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ RPM കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഡിസ്ചാർജ് 21 ക്യൂബിക് മീറ്റർ പെർ അവർ ആണ്. മാക്സിമം ഹെഡ് കൊടുത്തിരിക്കുന്നത് 15 മീറ്റർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഹംഗറിയാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ. ഇനി ഇതിൻ്റെ ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ മിക്ക പമ്പുകളിലും ഇതേപോലെ ഒരു ഫ്ലോട്ട് സ്വിച്ച് വരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റ് നിറയാൻ നേരത്തെ ഇത് തനിയെ ഓണാവാനും പിറ്റ് പറ്റുന്ന ഒരു അവസ്ഥയിൽ, അതായത് പമ്പ് ഡ്രൈ ആയിട്ട് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഗുണം കൂടിയിട്ടാണ് ഇത് വെക്കുന്നത്. കൂടാതെ ഇതൊരു ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ്. നമ്മുടെ പിറ്റ് നിറയുമ്പോൾ തനിയെ ഓണാവും, അത് കഴിയുമ്പോൾ തനിയെ ഓഫ് ആവും. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളൊരു പവർ കൊടുത്തത് ഓൺ ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റ് നിറയുന്നതോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിലൊരു ചെറിയൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ടോ, ആ സ്ലോട്ട് വഴി നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വാട്ടർ ലെവൽ നമ്മുടെ ഇഷ്ടത്തിന് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി മാനുവലായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് മേളിലേക്ക് വെച്ചാലും മതി. അത് കമ്പനി റെക്കമെൻഡ് ചെയ്യില്ല, നമ്മുടെ ഒരു ടിപ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പമ്പിൽ ഒരിക്കലും വെള്ളമില്ലാതെ ഓടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ സ്പെസിഫിക് മോഡലിൻ്റെ വില ഏകദേശം 25,000-നും 30,000-നും ഇടയ്ക്കാണ് ഈ സ്പെസിഫിക് മോഡലിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രൺഫോസ് പമ്പുകളുടെ റേറ്റ് ഇത്തിരി കൂടുതൽ തന്നെയാണ്. അത് കൂടാനുള്ളൊരു കാരണം അതിൻ്റെ ഡ്യൂറബിലിറ്റി വെച്ചിട്ടാണ് അവർ ആ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഏതൊരു പമ്പും പ്രത്യേകിച്ച് ഈ ചെളി അടിക്കുന്ന സീരീസിൽ വരുന്ന മിക്ക പമ്പുകൾക്കും ഒരു 2 വർഷം 3 വർഷം വരെയൊക്കെയാണ് നോർമൽ ഒരു കമ്പനികൾ പറയുന്ന ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഗ്രൺഫോസിൻ്റെ പമ്പുകൾ ഏതൊരു പമ്പുകളും പോലെ തന്നെ മിനിമം ഒരു 10 വർഷമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ക്വാളിറ്റിയും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുടക്കുന്ന പൈസ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ലാഭമായിട്ട് വരുള്ളൂ. പെട്ടെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്രയും വില എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ബ്രാൻഡ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഏറ്റവും ഡ്യൂറബിളായിട്ടും ഏറ്റവും റിലയബിളായിട്ടും നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ചിലർക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞത് വേണം, ചിലർക്ക് അത്യാവശ്യം നല്ലത് വേണം, ചിലർക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് പ്രീമിയം റേഞ്ച് പ്രൊഡക്ട്സ് വേണമെന്നുണ്ട്. അതായത് നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ അതിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിൽ അത് പിന്നെ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്തോളണം. അത് വർഷങ്ങൾക്ക് ശേഷം 10 വർഷത്തിനോ 15 വർഷത്തിനോ ശേഷം മാത്രം അതിലേക്ക് ഒരു മെയിൻ്റനൻസ് എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഗ്രൺഫോസ് എന്ന് പറഞ്ഞ പമ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് നമ്മുടെ ഗ്രൺഫോസ് ബ്രാൻഡിൻ്റെ ഈ യൂണിലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതേപോലെയുള്ള ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.